കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് എന്നെ കാണാൻ എന്താ ഭംഗി. ഏത് കുരങ്ങൻ്റെ മോന്തില്ലവനും സുന്ദരനാക്കാൻ ഈ കൂളിംഗ് ഗ്ലാസ് വിചാരിച്ചാൽ പറ്റും. അല്ലടാ, നിന്റെ കണ്ണടേന്റെ ഒരു കാലെടെ പോയി. അത് പിന്നെ അച്ഛാ, ഞാൻ ഇന്നലെ ആ പീടിയിൽ നിന്ന് കോലൈസ് വാങ്ങി വരുമ്പോഴേ ഐസിൻ്റെ കോലങ്ങ് വീണു. പിന്നെ ഈ കണ്ണടയുടെ കാല് ഇളകിയിട്ടുണ്ടായിന്. അത് പൊരിച്ച് ഐസിൻ്റെ ഇടയിൽ കയറ്റിയിട്ടാണ് ഞാൻ ആ കോലൈസ് തിന്നത്. ഭയങ്കര ബുദ്ധിമുട്ടി. നീ ഇങ്ങനെ മണ്ടത്തിലും കളിച്ചിട്ട് നടന്നോ? മൂത്ത് നരച്ചു. നീ എത്ര പെണ്ണ് കണ്ടുപാടാ? നിനക്കെന്താ പെണ്ണ് ശരിയാത്തത്? ഗ്യാസ് കൂടുതൽ പലഹാരം തിന്നിട്ടാണ്. എനിക്ക് വയ്യ അച്ഛ. പെണ്ണ് കാണാനെന്നും പറഞ്ഞു ഓരോ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് പലഹാരം ഇങ്ങനെ തിന്നാൻ വയ്യ, മടുത്തു. എടാ, ഒന്നിനും കൊള്ളാത്ത ചെറുപ്പക്കാർ നല്ല ഒന്നാം തരം പിള്ളേരെ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കുന്നു. നിനക്കൊന്ന് പ്രേമിച്ചൂടെ? അച്ഛ, അത് പിന്നെ കാറ് അല്ലെങ്കിൽ ബൈക്ക്, ഐഫോൺ, കൈ നിറയെ പൈസ ഇതെങ്കിലും ഉണ്ടെങ്കിലേ മിനിമം 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള എന്നെ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമിക്കൂ. അപ്പുറത്തെ വീട്ടില് ഒരു എക്സ് പട്ടാൾക്കാരനും മോളും വന്ന് താമസിക്കുന്നുണ്ട്. ആ സംഭവം കൊള്ളാലോ. എന്നാ പിന്നെ ഞാൻ അച്ഛ ആ പെണ്ണിനെ അങ്ങ് കെട്ടിയാലോ? ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അവളെ നീക്ക് കെട്ടണമെങ്കിൽ നിന്നെ അവൾക്ക് ഇഷ്ടപ്പെടണ്ടേ? എന്നെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞ് നടക്കാത്ത കാര്യമാണ്. അതൊരു പ്രശ്നമാണെന്നല്ല. എടാ, എന്നാ അതൊരു പ്രശ്നമല്ല. ഞാൻ പറയും പോലെ നീ അങ്ങ് ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യണമെന്നാ അച്ഛൻ പറയുന്നത്? ആ പട്ടാളക്കാരൻ്റെ മുകളിലേ നീ അവളെ പ്രേമിക്കണം. ഒരിക്കലും നടക്കാത്ത മനോഹരമായ ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞത്. എടാ, ആ പട്ടാളക്കാരൻ്റെ മോളെ പേര് വിനോദിനി എന്നാണ്. അവൾ വിനോദിനി, ഞാൻ വിനോദ്. വിനോദ് പ്ലസ് വിനോദിനി, വിനോദിനി പ്ലസ് വിനോദ്. അത് കൊള്ളാൻ വെച്ചാ. നീ എവിടെ ഇരിക്കുക? ഞാനിപ്പം വരാം. എവിടെയും പോയേക്കല്ലേ? എന്താണ് അച്ഛൻ്റെ പരിപാടി? കണ്ടെന്ന് അറിയണം. ഇപ്പോൾ ഈ എക്സ് മിലിറ്ററിക്കാരൻ്റെ മോളെയൊക്കെ പ്രേമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അയാളെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ ഒരു വെടിവെപ്പ് ഉറപ്പായിട്ടുണ്ടാവും. ശ്രദ്ധിക്കണം. നീ ഇത് കൊണ്ടുപോയിട്ട് ആ മതിലിന് കൊണ്ടുപോയി ഒട്ടിക്ക്. അതിന് നേരെ അപ്പുറത്താണ് പട്ടാൾക്കാരൻ്റെ വീട്. മതിലിന് കൊണ്ടുപോയി ഒട്ടിക്കാനാ? എന്ത് നോട്ടീസ്? എന്ത് സംഭവം നോക്കട്ടെ. വിനോദ് പ്ലസ് വിനോദിനിയാ? എടാ, നീ അന്ത വേണ്ടത് നിൽക്കാണ്ട് ആ മതിലിന് കൊണ്ടുപോയി ഒട്ടിക്കടാ. പശയുന്ന ആ പെണ്ണിൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ പേര് എഴുതി വെച്ചിട്ട് മതിലിന് ഒട്ടിക്കാനാ? അതെന്തിനാന്ന് വെച്ചാ മതിൽ കൊണ്ട് ഒട്ടിച്ചാൽ നാട്ടുകാരും വീട്ടുകാരും പെണ്ണും പെണ്ണിൻ്റെ അച്ഛനും എല്ലാവരും നോക്കും. എന്നിട്ട് നീയും പെണ്ണും തമ്മിൽ പ്രേമാന്ന് എല്ലാവരും വിചാരിക്കും. അപ്പോൾ പിന്നെ നിന്നെ കല്യാണം കഴിക്കാണ്ട് ആ പെണ്ണിന് നിൽക്കാൻ കഴിയില്ല. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? എൻ്റെ കാഞ്ഞ ബുദ്ധി അച്ഛന് കിട്ടിയതാന്ന് പറയുന്നത് നല്ലത്. ഏതായാലും പോയി ഒട്ടിക്ക്. ഐഡിയാസ് കൊള്ളാം. ആ പശയും കൊണ്ടാ. ആരും കാണാതിരുന്നാലും എൻ്റെ ഭാഗ്യം. എടാ, ഇപ്പം പോയിട്ട് ഓടിച്ചോ. ആരും കാണുന്നില്ല. വേഗം പോയി ഓടിച്ചോ. നേരെ പോയി പെണ്ണ് കാണാൻ പോറ്റുന്നുണ്ട്. കല്യാണം നടന്നിട്ടില്ല. പലഹാരം തിന്നത് ഗ്യാസ് കയറ്റിന്നല്ലാണ്ട്. വിനോദ് പ്ലസ് വിനോദിനി കൊള്ളാം. ഇതങ്ങ് ശരിയായാൽ മതിയായിരുന്നു. നീ ഒട്ടിച്ചത് മതി. ഞാൻ ഇതുവരെ കാണാത്ത ഒരു പെണ്ണുമായി പ്രേമത്തിലാണെന്ന് നോട്ടീസ് ഒട്ടിച്ച് പരത്തുക. എന്തെല്ലാം സംഭവമാണ്. ഞാൻ വിളിക്കാം. എൻ്റെ മോള് സ്ഥലത്തില്ല. ഓള് 2 വർഷമായിട്ട് പുറത്താണ് ഉള്ളത്. അതെ നമ്മൾ വന്നിട്ട് സംസാരിച്ച് ശരിയാക്കാം. ആയിക്കോട്ടെ. അത് ശരി. വിനോദ് പ്ലസ് വിനോദിനി. ഇതെന്താ സംഭവം? ആരാ ഇത് ഇവിടെ ഒട്ടിച്ചത്? വിനോദ് പ്ലസ് വിനോദിനി. അല്ല, വിനോദിനി എൻ്റെ മോളല്ലേ? അപ്പോൾ വിനോദ് ആരാന്ന്? അച്ഛാ ഒട്ടിച്ചു. ഞാൻ ഒട്ടിക്കുന്നത് ആരും കണ്ടിട്ടില്ല ഭാഗ്യത്തിന്. എന്നാ ഞാൻ രക്ഷപ്പെട്ടു. അച്ഛൻ്റെ കാഞ്ഞ ബുദ്ധിയല്ലേ. അത് തന്നെ. അച്ഛാ, അതാരത് വരുന്ന ഒരാൾ? പുതിയൊരാളെന്നല്ല, ഇങ്ങോട്ടാണ് വരുന്നത്. ഈ വീട്ടിൽ ആരാന്നൊരു വിനോദ്? എൻ്റെ മോളാന്ന് വിനോദിനി കേട്ടാ. വിനോദ് പ്ലസ് വിനോദിനി എന്ന് പറഞ്ഞൊരു നോട്ടീസ് അവിടെ ഒട്ടിച്ചത് ഞാൻ കണ്ട്. വിനോദും വിനോദിനും തമ്മിൽ പ്രേമത്തിലാണ്. നാട്ടുകാരും എഴുതി ഒട്ടിച്ചാന്ന്. പിന്നെ ഈ കല്യാണം നടന്നോട്ട്. എൻ്റെ മോളാ. ഞാൻ നാളെ തന്നെ ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ടുവരാം. എന്താ? കൂട്ടിക്കൊണ്ടാന്ന് പറയുമ്പോൾ കുട്ടി പുറത്തെവിടെ പഠിക്കായിരിക്കും അല്ലേ? നിങ്ങളെ മോനും അവളും നമ്മൾ പ്രേമത്തിലാന്നല്ല പറഞ്ഞത്. അപ്പോൾ എല്ലാം അറിയാലോ കാര്യങ്ങൾ. കുട്ടി 2 വർഷമായിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ ഉളമ്പാറയിൽ ചികിത്സയിലാണ്. അതാ ഞാൻ പറഞ്ഞ കൂട്ടിക്കൊണ്ടുവരാന്ന്. മകനെ